സംഭവബഹുലമായ 2024 എന്ന വർഷം പൂർത്തിയാവുകയാണ്. 2024 എന്ന വർഷത്തിൽ നരേന്ദ്രമോദി സർക്കാരിന് വിധേയപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാരാ മാധ്യമങ്ങൾ ജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച 8 വാർത്തകളുമായാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ വാർത്തകളിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിരോധത്തിലാക്കിയ രാമക്ഷേത്രത്തിലെയും പുതിയ പാർലമെന്റ് കെട്ടിടത്തിലെയും ചോർച്ച മുതൽ വോട്ടർ കണക്കുകളിലെ തിരിമറി മുതൽ എന്തിനേറെ പറയുന്നു, നരേന്ദ്രമോദിക്കെതിരായ ഒരു BJP നേതാവിന്റെ ഭീഷണി വരെ ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യത്തെ വാർത്ത അത് നരേന്ദ്രമോദി സർക്കാർ 3ാം ടേം തുടങ്ങിയപ്പോൾ തന്നെ അവരെ പ്രതിരോധത്തിലാക്കിയ രാമക്ഷേത്രത്തിലെയും പുതിയ പാർലമെന്റ് കെട്ടിടത്തിലെയും ചോർച്ചയുടെ വാക്കുകളാണ്. രാമക്ഷേത്രത്തിലെ ചോർച്ചയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് രാമക്ഷേത്രത്തിന്റെ മുഖ്യ പൂജാരിയായി നരേന്ദ്രമോദി സർക്കാർ തന്നെ അവരോധിച്ച ആചാര്യ സതേന്ദ്രദാസ് ആയിരുന്നു. ആചാര്യ സതേന്ദ്രദാസിന്റെ ഈ വെളിപ്പെടുത്തൽ BJPയെയും നരേന്ദ്രമോദി സർക്കാരിനെയും വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അപ്പോൾ തന്നെയാണ്, അതേ ജൂൺ മാസത്തിൽ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പാർലമെന്റ് കെട്ടിടത്തിലെ ചോർച്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. മൺസൂൺ മഴയിൽ പാർലമെന്റ് കെട്ടിടം ചോർന്നൊലിക്കുന്നതിന്റെയും അതിനു മുൻപിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നരേന്ദ്രമോദി സർക്കാർ പണി കഴിപ്പിച്ച 2 പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലും ചോർച്ചയുണ്ടായി എന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ എല്ലാ അവകാശവാദങ്ങളും പൊളിച്ചെടുക്കുന്നതായിരുന്നെങ്കിലും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും അതൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാറിയില്ല എന്നത് ശ്രദ്ധേയമാണ്. രണ്ടാമത്തെ വാർത്ത അത് പൂനം അഗർവാൾ എന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തക പുറത്തു കൊണ്ടുവന്ന ഒരു ഞെട്ടിക്കുന്ന വോട്ടർ കണക്കിനെ കുറിച്ചുള്ള വാർത്തയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ദി വയർ എന്ന ദേശീയ മാധ്യമത്തിന് വേണ്ടി പൂനം അഗർവാൾ പുറത്തുവിട്ട ആ റിപ്പോർട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന 140-ൽ പരം ലോക്സഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണുന്ന സാഹചര്യമുണ്ടായി എന്നാണ്. അസമിലെ കരീംഗഞ്ച് പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ 3000-ലേറെ വോട്ട് പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ എണ്ണിയപ്പോൾ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ 16,000-ലേറെ വോട്ട് കുറവാണ് എണ്ണിയതെന്നും പൂനം അഗർവാളിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പൂനം അഗർവാൾ ഇത്ര ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടും ഇന്ത്യയിലെ മോദി സർക്കാർ സംഘപരിവാറിനും വിധേയപ്പെട്ട കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ ആ വാർത്ത കൃത്യമായി മറച്ചു പിടിക്കുകയാണ് ചെയ്തത്. മൂന്നാമത്തെ വാർത്ത അത് ഒരു BJP നേതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരസ്യമായി ഭീഷണിപ്പെടുത്തി രംഗത്ത് വന്ന വാർത്തയാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇന്ത്യയുടെ മുൻ രാജ്യസഭാ MPയും BJP നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഒരു ട്വീറ്റാണ്. ആ ട്വീറ്റിൽ പറയുന്നത് ഈ വരുന്ന 2025 സെപ്റ്റംബർ 17-ന് 75 വയസ്സ് തികയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ നിന്നും സ്വമേധയാ വിരമിച്ച് മാർഗദർശൻ മണ്ഡലിലേക്ക് ഒതുങ്ങാൻ, BJPയുടെ ഒരു സമിതിയായ മാർഗദർശൻ മണ്ഡലിലേക്ക് ഒതുങ്ങാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ പ്രധാനമന്ത്രി പദം നഷ്ടപ്പെടും എന്നതായിരുന്നു BJPയുടെ തന്നെ നേതാവായ RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഭീഷണി. ഒരു BJP നേതാവ് തന്നെ പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞില്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് മറ്റ് രീതികളിൽ പദം നഷ്ടമാകും എന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടും ആ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാൻ ഇന്ത്യയിലെയോ കേരളത്തിലെയോ മാധ്യമങ്ങൾ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. നാലാമത്തെ വാർത്ത അത് സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന, നീതിയുടെ പര്യായമെന്ന് പോലും പലപ്പോഴും വിശേഷിക്കപ്പെട്ടിട്ടുള്ള RF നരിമാൻ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി പ്രസ്താവങ്ങളിൽ ഒന്നായ അയോധ്യ വിധിയെ നീതിയുടെ പരിഹാസം എന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഒഴികെ മറ്റാരും തന്നെ ഒരു സുപ്രീം കോടതി ജസ്റ്റിസ് തന്നെ അയോധ്യയുടെ വിധി മതേതരത്വത്തെ പരിഗണിക്കാത്ത നീതിയുടെ പരിഹാസമാണെന്ന് പറഞ്ഞിട്ടും അത് വാർത്തയാക്കിയില്ല, തലക്കെട്ട് നിരത്തിയില്ല എന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങളുടെ സംഘപരിവാർ വിധേയത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അഞ്ചാമത്തെ വാർത്ത അത് മഹാരാഷ്ട്രയിലെ മാൽഷിറാസ് അസംബ്ലി മണ്ഡലത്തിലെ മാർക്കറ്റ് വാടി എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഒരു
വാർത്തയാണ്. മാർക്കറ്റ്വാടി ഉൾപ്പെടുന്ന മാൽഷിറാസ് അസംബ്ലി മണ്ഡലത്തിൽ ഇക്കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രതിപക്ഷ ചേരിയിലെ NCP ശരത് പവാർ വിഭാഗം നേതാവ് ഉത്തബ് റാവു ജങ്കർ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രമായ മാർക്കറ്റ്വാടി ഗ്രാമത്തിൽ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയേക്കാൾ 200-ലേറെ വോട്ടിന് പിന്നിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ ഫലം ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ഗ്രാമവാസികളും ഈ MLAയും ചേർന്ന് ഗ്രാമത്തിൽ ഇക്കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി ഒരു സമാന്തര തെരഞ്ഞെടുപ്പിന് എല്ലാ സജ്ജീകരണങ്ങളും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമാന്തര തെരഞ്ഞെടുപ്പിന് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയെങ്കിലും മഹാരാഷ്ട്രയിലെ BJP സർക്കാർ സായുധ സേനയെ ഇറക്കിയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും ആ ശ്രമങ്ങളെ തകർക്കുന്ന കാഴ്ച ലോകം മുഴുവൻ കണ്ടിരുന്നു. അതായത് രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ ഒരു ഗ്രാമം മുഴുവൻ ചോദ്യം ചെയ്യുന്ന ദിവസമായിരുന്നു മാർക്കറ്റ്വാടിയിൽ സംഭവിച്ചത്. പക്ഷെ ആ വാർത്തയ്ക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങളുടെ വാർത്താമുറികളിൽ ഒരു പ്രാധാന്യവും ലഭിച്ചില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആറാമത്തെ വാർത്ത അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഞെട്ടിക്കുന്ന കോർപ്പറേറ്റ് പ്രീണനത്തിൻ്റെ കണക്കാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാംഗമായ ജവഹർ സർക്കാർ രാജ്യസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായി ലഭിച്ച ഉത്തരത്തിൽ നിന്നും വ്യക്തമാകുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തിനിടെ മാത്രം 16.11 ലക്ഷം കോടി രൂപയുടെ 16.11 ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് കടം നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ അടക്കം എഴുതിത്തള്ളി എന്നതാണ്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോവിഡ് കാലഘട്ടത്തിൽ 2019-20 സാമ്പത്തിക വർഷത്തിൽ പോലും 1 ലക്ഷത്തിലേറെ കോടി രൂപയുടെ കോർപ്പറേറ്റ് കടമാണ് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ മാത്രം എഴുതിത്തള്ളിയത് എന്നാണ്. രാജ്യത്തെ ജനങ്ങളുടെയും കർഷകരുടെയും സാധാരണക്കാരുടെയും ലോണുകൾ എഴുതിത്തള്ളാൻ തയ്യാറാകാത്ത സർക്കാർ തന്നെയാണ് 16 ലക്ഷം കോടിയുടെ കോർപ്പറേറ്റ് കടം എഴുതിത്തള്ളിയത് എന്നത് മാധ്യമങ്ങൾക്ക് വാർത്തയല്ലാതാകുന്നത് എങ്ങനെയാണ് എന്ന് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ഏഴാമത്തെ വാർത്ത അത് BJPയുടെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ എന്ന ദേശീയ ജനറൽ സെക്രട്ടറി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണവുമായി പിടിക്കപ്പെട്ട വാർത്തയാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന അതിൻ്റെ ദൃശ്യങ്ങളാണ്. വിനോദ് താവ്ഡെയാണ് ഇരിക്കുന്നത്. ബഹുജൻ വികാസ് അഘാഡി എന്ന മഹാരാഷ്ട്രയിലെ ഒരു പ്രാദേശിക സംഘടനയുടെ പ്രവർത്തകരാണ് വിനോദ് താവ്ഡെയെ പണമടക്കം മുംബൈക്ക് അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും പിടികൂടുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വിതരണം ചെയ്യാൻ എത്തിച്ച പണമാണിത് എന്ന കാര്യം വ്യക്തമായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പരിശോധനയിലും 10 ലക്ഷത്തോളം രൂപ പിടിച്ചിരുന്നു. എന്നിട്ടും BJPയുടെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി പണവുമായി പിടിക്കപ്പെട്ടിട്ടും ആ വാർത്ത മുക്കുകയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങൾ ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ്. എട്ടാമത്തെ വാർത്ത അത് രാജ്യത്തെ രാഷ്ട്രീയ ഭൂപടം മാറുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വാർത്തയാണ്. നരേന്ദ്രമോദിയെ എന്നും ദൈവത്തിന് തുല്യമായി കണ്ടിരുന്ന ഉത്തരേന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നത് വാരണാസിയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. 2019 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വാരണാസിയിൽ നിന്നും ജയിച്ച നരേന്ദ്രമോദി ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ 6000-ഓളം വോട്ടിന് പിന്നിൽ പോകുന്നതും പിന്നീട് 1 ലക്ഷത്തിലേറെ വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും അതിനിടെ വാരണാസിയിൽ തിരിച്ചെത്തിയ നരേന്ദ്രമോദിയെ ഇത്തവണ സ്വീകരിച്ചത് ചെരുപ്പുകളായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചെരുപ്പേറ് നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു വീഡിയോയാണ്. ആ വീഡിയോയിൽ ഒരു ചെരുപ്പ് പോലത്തെ ഒരു വസ്തു നരേന്ദ്രമോദിയുടെ വാഹനത്തിലേക്ക് പതിക്കുന്നതും സുരക്ഷാ ഉദ്യോഗസ്ഥർ അത് തട്ടിമാറ്റുന്നതും വ്യക്തമാണ്. എന്തായാലും ഈ 8 വാർത്തകളും നരേന്ദ്രമോദി സർക്കാരിനെയും BJPയെയും RSSനെയും പ്രതിരോധത്തിലാക്കുന്ന വാർത്തകളായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും ഈ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാത്തത്. എന്തായാലും ഈ 8 വാർത്തകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ മോദി ഭരണം രാജ്യത്തെ ഒരു അപകടകരമായ നിലയിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ്. എന്തായാലും ഈ 8 വാർത്തകൾ മുഖ്യ മാധ്യമങ്ങളുടെ സംഘപരിവാർ വിധേയത്വം എത്രത്തോളമാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്.
നമസ്കാരം.